ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിൽ നിലവിൽ മലപ്പുറം FC 5 റൗണ്ട് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയത്. 5 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 5 പോയിന്റാണ് മലപ്പുറം FCയുടെ സമ്പാദ്യം. നിലവിൽ പോയിന്റ് ടേബിളിൽ അവർ 5-ാം സ്ഥാനത്താണ്. നമുക്കറിയാം, ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം തുടർച്ചയായ 4 മത്സരങ്ങൾ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ മലപ്പുറം FC കഴിഞ്ഞിരുന്നില്ല. തുടർച്ചയായി 3 ഹോം മത്സരങ്ങൾ കളിച്ചു, അതിൽ ഒരൊറ്റ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവസാനം മത്സരിച്ച എവേ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ മികച്ച പ്രകടനമാണ്, ഗംഭീര പ്രകടനമാണ് മലപ്പുറം FC കാഴ്ചവെച്ചത്. വിദേശ താരങ്ങളുടെ മോശം ഫോമാണ് അവർക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സാഞ്ചസ്, ബർബോസ അടങ്ങിയ താരങ്ങളൊക്കെ ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് തന്നെ ശരിക്കും ഗ്രിഗറിക്ക് ആശ്വാസമാണ്. ശരിക്കും അടുത്ത മത്സരത്തിൽ മലപ്പുറം FCയുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സാഞ്ചസും ബർബോസൊക്കെ അടങ്ങുന്ന മുന്നേറ്റ നിര കഴിഞ്ഞ മത്സരങ്ങളിൽ ആദ്യ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയിരുന്നു. ശരിക്കും അവരൊക്കെ ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സാഞ്ചസ് ഒക്കെ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ മികച്ചൊരു ഗോളൊക്കെ സ്കോർ ചെയ്തിരുന്നു എവേ മത്സരത്തിൽ. എന്തായാലും ഒക്ടോബർ 9 ഇന്ത്യൻ സമയം രാത്രി 7:30 മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലായിരിക്കും ഗ്രിഗറുടെ ടീം. എന്തായാലും മലപ്പുറം FC സ്വന്തം കാണികൾക്ക് മുമ്പിൽ ആദ്യ വിജയം തന്നെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. എന്തായാലും കാത്തിരുന്ന് കാണാൻ ഒരു ആവേശകരമായ പോരാട്ടമായിരിക്കും. ഫോഴ്സ കൊച്ചി എതിരില്ലാത്ത 2 ഗോളിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയതിന് മഞ്ചേരിയിൽ വന്ന് മലപ്പുറം FCയോട് പകരം വീട്ടാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഇത്. എന്തായാലും ഒക്ടോബർ 9 ഇന്ത്യൻ സമയം രാത്രി 7:30 സൂപ്പർ ലീഗിലെ ഒരു ആവേശകരമായ പോരാട്ടമുണ്ട്. മലപ്പുറം FC നേരിടുന്നത് ഫോഴ്സ കൊച്ചിയാണ്. ഇന്ത്യൻ സമയം രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം.